friends, welcome back to my channel. It's me, Raji. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീരീസിനകത്തെ വെക്റ്റർ ഓപ്പറേഷൻസ് ആണ്. നമ്മൾ ഓൾറെഡി സീരീസിനകത്തെ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വെക്റ്റർ ഓപ്പറേഷൻസ് ആണ്. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ സെക്ഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ബോർഡ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യന് ഈ സെക്ഷനിൽ നിന്ന് ഉണ്ടാകും. സോ എന്താണ് വെക്റ്റർ ഓപ്പറേഷൻ? സീരീസ് വെക്റ്റർ ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നംപൈ, സീരീസ്, ഈ ഒബ്ജക്ട്സുകളൊക്കെ, ഈ ഡാറ്റ സ്ട്രക്ചറുകളൊക്കെ തന്നെ വെക്റ്റർ ഓപ്പറേഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് വെക്റ്റർ ഓപ്പറേഷൻസ്? വെക്റ്റർ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ that means if we apply a expression or a function to an object, then it is individually applied on each item of that object. ആ പോയിന്റ് ആണ് നമ്മൾ ഓർക്കേണ്ടത്. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റ്, ഇപ്പൊ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സീരീസ് ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനോ, ഇപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് എസ് ആണ് ഒബ്ജക്റ്റ്, S+2 എന്നാണ് അല്ലെ, അങ്ങനെ ഒരു എക്സ്പ്രഷൻ നമ്മൾ കൊടുത്തേക്കാണ്. അങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇറ്റ് ഈസ് ഇൻഡിവിജ്വലി അപ്ലൈഡ് ഓൺ ഈച്ച് ഐറ്റം ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിനുള്ളിലെ ഓരോ ഐറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇതാണ് ഡേറ്റ പാർട്ട്. സീരീസിന്റെ ഡേറ്റ പാർട്ടാണ് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. ലെഫ്റ്റിലുള്ളതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഓരോ എലമെന്റിലും അല്ലെങ്കിൽ ഓരോ ഐറ്റത്തിനും ഇൻഡിവിജ്വലി ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫംഗ്ഷനോ എക്സ്പ്രഷനോ ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതവിടെ ആപ്ലിക്കബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ S+2 ചെയ്തിട്ടുണ്ട്. S+2 ചെയ്യുമ്പോൾ ഈ സീരീസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 2 3 4 5 ആണ് ഡേറ്റ പാർട്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 1+2 ചെയ്യും. 1+2 ആണ് 3 കിട്ടിയിരിക്കുന്നത്. 2+2 4, then 3+2 5, 4+2 6, 5+2 7. കണ്ടോ? അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന സമയത്ത് ഈ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് നമ്മൾ വെക്റ്റർ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ വെക്റ്റർ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പം ഇൻഡിവിജ്വലി നമ്മൾ എന്ത് കാര്യം ചെയ്താൽ, ഇപ്പൊ റിലേഷണൽ ഓപ്പറേറ്റർ നമ്മൾ അപ്ലൈ ചെയ്യുക, ഇങ്ങനെയൊക്കെ എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനത്തെ സിമ്പിൾസ് ഒക്കെ കൊടുത്താണെങ്കിലും ഇതിപ്പം ഓരോ എലമെന്റ്സിന് ഇൻഡിവിജ്വലി അത് അപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിത് പ്രാക്ടിക്കലി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ കുറച്ചും കൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആകും. പ്രാക്ടിക്കലായിട്ട് നോക്കാം. നമുക്ക് ഒരു സീരീസ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് സീരീസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഒക്കെ എല്ലാവർക്കും അറിയാം. ഇമ്പോർട്ട് ചെയ്യണം, പാൻഡാസ് ഇമ്പോർട്ട് ചെയ്യുക ആസ് PD എന്ന് പറയുന്ന നെയിമിലാണ് നമ്മൾ പാൻഡാസ് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. ദെൻ എസ് ആണ് സീരീസ് ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. PD.series, സീരീസിന്റെ അറിയാലോ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം എസ്, സീരീസിന്റെ എസ് ക്യാപിറ്റൽ ആയിരിക്കണം. ഇനി ഡേറ്റ പാർട്ട് കൊടുക്കുക. ഡേറ്റ പാർട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, ലിസ്റ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ വേരിയബിളിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേരിയബിൾ ഇവിടെ പാസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇവിടെ ലിസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. 10 20 30 40 50. ദെൻ ഇൻഡെക്സ് ഞാൻ പ്രത്യേകിച്ചൊന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സീരീസ് എന്ന് പറയുന്നത്. പ്രിന്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, എസിനെ പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സീരീസ് എന്ന് പറയുന്ന സീരീസിന്റെ ഒബ്ജക്റ്റ്. എസ് എന്ന് പറയുന്ന സീരീസിനകത്ത് അല്ലെ സീരീസ് ഒബ്ജക്റ്റിൽ ഫോം ചെയ്തിരിക്കുന്നത് ഈ സീരീസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് വെക്റ്റർ ഓപ്പറേഷൻ ചെയ്യുന്നത്? ഇവിടെ S+2 കൊടുക്കുകയാണ്. S+2 ആണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാ എലമെന്റ്സിനോടൊപ്പവും 2 വെച്ച് ആഡ് ചെയ്യും. അതുപോലെ S-2 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഈ തന്നിരിക്കുന്ന എസിനോടൊപ്പം ഇപ്പൊ 10 10 - 2 8, 10 - 2 8, അതേപോലെ 20 - 2 18, ഇങ്ങനെയുള്ള ആ ഓപ്പറേഷൻ ആണ് അവിടെ പെർഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഇപ്പൊ നമ്മൾക്ക് S×2 ചെയ്ത് നോക്കാം. S×2 ചെയ്യുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സീരീസിനോടൊപ്പം, ഇപ്പൊ സീരീസ് എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മുടെ സീരീസ് 10 × 2 ആ ഒരു ലെവൽ. അതായത് ശ്രദ്ധിച്ചാൽ മതി, എല്ലാ എലമെന്റ്സിനോടൊപ്പവും ആ മൾട്ടിപ്ലിക്കേഷൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഇനിയും എസിന്റെ എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്റർ S×2 കണ്ടോ, S×2 കൊടുക്കുവാണെങ്കിൽ എക്സ്പൊണൻഷ്യൽ എന്നാണ് പറയുന്നത്. ഇപ്പൊ എസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ സീരീസ് 10 raised to
2 എന്നാണ് വരുന്നത്. അതായത് 10⁻²2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10 × 10 ആണ് വരുന്നത്. അതാണ് 100 വന്നിരിക്കുന്നത്. 20 × 20 400. ഇത് എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. റേസ് ടു പവർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് റേസ് ടു എന്ന് പറയുന്നത്, അല്ലെ എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്റർ റേസ് ടു കാണാൻ വേണ്ടിയിട്ട്. ഇനി അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ഓരോ സെക്ഷൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കുകയാണ്. S ഗ്രേറ്റർ ദാൻ 50 ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. 50 വേണ്ട 20 കൊടുക്കാം. 20 കൊടുക്കുകയാണെങ്കിൽ S ഗ്രേറ്റർ ദാൻ 20 കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻഡെക്സിൽ 10 എന്ന് പറയുന്നത് എടുക്കും. 10 എന്ന് പറയുന്നത് 20യേക്കാളും ഗ്രേറ്റർ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഫോൾസ് വന്നിട്ടുണ്ട്. അതുപോലെ 20ക്ക് ഒരിക്കൽ ഈക്വൽ ടു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ട്രൂ വന്നേനെ. പക്ഷെ ഇവിടെ 21 തൊട്ടാണ് അല്ലേ എലമെന്റ്സ് വരുമ്പം എസ്സിലെ എലമെന്റ് 21 ആണെങ്കിൽ 20യേക്കാളും ഗ്രേറ്റർ ആണെന്ന് പറയാം. ഒരിക്കലും നമുക്കതല്ലാതെ 20 = ആണെങ്കിൽ മാത്രമേ അവിടെ ട്രൂ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 20 വന്നിടത്ത് ഫോൾസ് ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ 30, 40, 50 അറിയാലോ 20യേക്കാളും ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് ട്രൂ 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 എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഔട്ട്പുട്ട് വന്നേക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇൻ കേസ് നമുക്ക് ചിലപ്പോൾ നാൻ വാല്യൂസ് വല്ലതും ചോദിക്കുകയാണെങ്കിൽ നാൻ വാല്യൂ വെറുതെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് നാൻ എന്ന് പറയുന്ന ആക്ച്വലി നംപൈ എന്ന് പറയുന്ന അറേക്കുള്ളിലാണ് റിസൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നംപൈ നമ്മളൊന്ന് ഇമ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ NP ഇമ്പോർട്ട് നംപൈ ആസ് NP കൊടുത്തു. ദെൻ S1 = PD.series. ഓൾറെഡി നമ്മൾ ഡേറ്റ ഫ്രെയിം അതായത് പാൻഡാസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സെയിം PD തന്നെ ഇവിടെ യൂസ് ചെയ്യാം. അല്ലാതെ ഓരോ ടൈമും ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു തവണ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിം ഡേറ്റ ഒബ്ജക്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന മൊഡ്യൂൾ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും യൂസ് ചെയ്യാം. അല്ലാതെ ഇവിടെയും പിന്നെയും വന്നിട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ PD.series കൊടുത്തു. നമുക്കൊരു സീരീസ് ക്രിയേറ്റ് ചെയ്യാം. സീരീസ് ക്രിയേറ്റ് ചെയ്യുമ്പം ഇവിടെ കൊടുക്കുന്നത് 15, 20, 25. ഇനി അടുത്ത വാല്യൂ എനിക്ക് നാനായിട്ടാണ് കിട്ടേണ്ടതെന്ന് വെച്ചോ. സോ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ NP.nan ഇങ്ങനെ വേണം കൊടുക്കാൻ. എങ്കിൽ മാത്രമേ അത് നാൻ എന്നുള്ള രീതിയിൽ വരത്തുള്ളൂ. അതല്ലെങ്കിൽ വെറുതെ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും കയറി വരുന്നത്. വെറുതെ നമ്മൾ കോഡ്സ് ഇട്ട് കൊടുത്ത് നാൻ എന്ന് കൊടുത്താലോ. ഇതൊക്കെ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കാണണം. ആ വീഡിയോയിലൊക്കെ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നാനിൻ്റെ കാര്യമൊക്കെ. ഓക്കെ, അപ്പോൾ NP.nan കൊടുത്തു. ദെൻ 30 ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഈ സീരീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ S1 എന്ന് പറഞ്ഞ സീരീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ തേർഡ് ഇൻഡെക്സിൽ നാൻ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ആണ് വന്നേക്കുന്നത്. കണ്ടോ? അതുപോലെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു നാൻ വാല്യൂ എങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഓട്ടോമാറ്റിക്കലി ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നുള്ളത്. ഇപ്പം ഇൻറ്റിജർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂസ് എല്ലാം തന്നെ. പക്ഷെ നാൻ വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ S1 + 2 ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാൻ അതേപോലെ തന്നെ ആയിരിക്കും കിടക്കുന്നത് അല്ലേ. നോട്ട് എ നമ്പർ എന്നുള്ളതാണ് നാന്. സോ S1 + 2 ചെയ്യുമ്പം ഈ ബാക്കിയുള്ള ഓരോ എലമെന്റ്സിനോടൊപ്പവും 2 വെച്ച് ആഡ് ചെയ്യും. പക്ഷെ നാൻ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നാനിന് മാത്രമാണ് ഈക്വൽ. അല്ലെങ്കിൽ നാൻ എന്ന് പറയുന്ന വാല്യൂ നോട്ട് എ നമ്പർ എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ചേഞ്ചസും ഉണ്ടാകില്ല. ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഏത് ഓപ്പറേഷൻസ് അതായത് ഏത് നമ്മൾ ഓപ്പറേറ്റർ കൊടുത്താലും ഇതേപോലെ ആയിരിക്കും. നമുക്കിപ്പം ഞാനിവിടെ 20 കൊടുക്കുകയാണ്. ഇവിടെ കൊടുക്കുമ്പോൾ S1 ഗ്രേറ്റർ ദാൻ 20. ഇവിടെ ഫോൾസ് ദെൻ ട്രൂ ഫോൾസ്. S1-നകത്ത് 20യേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളത് S1 ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് വൺ ഫോൾസ് ആണ്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് വണ്ണും ഫോൾസ് ആണ്. S1 ഓക്കെ 20 ഫോൾസ് ആണ്. പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് 25. കണ്ടോ? 25 എന്ന് പറഞ്ഞാൽ ട്രൂ ആണ് വന്നിട്ടുള്ളത്.
പിന്നെ വന്നിട്ടുള്ളത് നാൻ ആണ്. നാൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം ഫോൾസ് ആയിട്ടാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. നാൻ്റെ വാല്യൂ ഫോൾസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇത് കൊടുത്തിരിക്കുന്നത് 30 ആണ്, അത് ട്രൂ ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാൻ വാല്യൂ ഇതുപോലെ റിലേഷണൽ ഓപ്പറേറ്റർ, അതായത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഇങ്ങനെയുള്ള ഓപ്പറേറ്റർ ആണ് റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ആ ഓപ്പറേറ്റർ വെച്ചിട്ട് വെക്ടർ ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് ഫോൾസ് എന്ന് പറയുന്ന ആ ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് സീരീസിനകത്തെ വെക്ടർ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ട്രൂ ഫോൾസ് വാല്യൂസ് വെച്ചിട്ട്, അതല്ലാതെ നമുക്കറിയാം എലമെന്റ് വൈസിൽ നമുക്ക് എലമെന്റ്സ് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ S1 ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ എലമെന്റിനെ ഡിസ്പ്ലേ ചെയ്യിക്കണം, വാല്യൂസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സെക്ഷൻസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ട്രൂ ഫോൾസ് വാല്യൂസ് ആയിട്ടായിരിക്കില്ല, പകരം ആ ഇൻഡെക്സും അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ആയിരിക്കും, അതല്ലാതെ ബൂളിയൻ വാല്യൂസ് ആയിരിക്കില്ല കാണിക്കുന്നത്. ഇതൊക്കെ നേരത്തെ ഉള്ള വീഡിയോസിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ വെക്ടർ ഓപ്പറേഷൻ, സീരീസിന്റെ വെക്ടർ ഓപ്പറേഷൻസ്. ഇൻഡിവിജ്വൽ എലമെന്റ്സിൽ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പം ഇത്രയുമാണ് സീരീസിലെ വെക്ടർ ഓപ്പറേഷൻസ്. ഇതിൽ നിന്ന് അതുപോലെ ഒരു പോയിന്റും കൂടെ പറയാനുള്ളത്, ഇപ്പം നമ്മൾ സീരീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം S1 എന്ന് പറയുന്ന സീരീസ് എന്ന് പറയുന്നത് ഇതാണ് എലമെന്റ്സ്. ഇപ്പം ഇവിടെ S1 ഈസ് ഈക്വൽ ടു S1 പ്ലസ് 2 ഈ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ടൈമിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. S1നെ പ്രിന്റ് ചെയ്യുമ്പോൾ, അതായത് S1ലെ ഓരോ എലമെന്റിനോടൊപ്പവും 2 ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് S1ലേക്ക് തന്നെയാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ S1നെ പ്രിന്റ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും ഇതായിരിക്കും, അതായത് ആ എലമെന്റ് ചേഞ്ച് ആയിട്ടുണ്ടാകും. ഇനി S1നെ എപ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കിയാലും ഈ ഒരു എലമെന്റ് ആയിരിക്കും നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. അതേസമയം S1 പ്ലസ് 2 ഇങ്ങനെ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. കണ്ടോ, S1 പ്ലസ് 2 എന്ന് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ എങ്കിൽ ഇവിടെ ഇപ്പം 19ഉം 24ഉം 29 എന്നൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അഗെയിൻ നമ്മൾ S1നെ പ്രിന്റ് ചെയ്ത് നോക്കിയാൽ ഇതാണ് നമ്മളുടെ S1 എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് എപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും ഈക്വൽ ടു കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ടു, ഇപ്പൊ S1 ഈസ് ഈക്വൽ ടു S1 ഇൻറ്റു 2 എന്നാണ് നമ്മൾ സെറ്റ് ചെയ്തതെങ്കിൽ ഈ കൊടുക്കുന്ന എക്സ്പ്രഷൻ ആ സീരീസിലെ ഡേറ്റയെ പെർമനന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. കണ്ടോ, ആ ഡേറ്റ ഇനി ഇപ്പോൾ S1 നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കിയാലും ഈ 34, 44 എന്ന് പറയുന്ന വാല്യൂസ് ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട്. അതേസമയം വെറുതെ നമ്മൾ S1 ഇൻറ്റു 2 എന്നാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന വാല്യൂ, ഇപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ S1 എന്ന് പറയുന്നത്, അത് ഇൻറ്റു 2 ചെയ്യുമ്പോൾ 68 ഒക്കെ വരത്തുള്ളൂ. പക്ഷേ S1നെ പ്രിന്റ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴും 34 ഈ വാല്യൂ ആയിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് S1 ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻസ് വേണമെങ്കിലും ആ ഒബ്ജക്റ്റുമായിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്താൽ വെക്ടർ ഓപ്പറേഷൻ വൈസിലത് ഇപ്പൊ ആഡ് 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യിക്കുമ്പോഴും കണ്ടോ, ഇതാണ് നമ്മളുടെ സീരീസിനകത്തെ വാല്യൂസ്. S1 എന്ന് പറയുന്ന സീരീസ് ഇപ്പൊ ഇതാണ്. ഈ സീരീസിനുള്ളിലെ ഓരോ എലമെന്റിനോടൊപ്പവും അല്ലെങ്കിൽ ഓരോ ഐറ്റത്തിനോടൊപ്പവും 2 വെച്ച് ആഡ് ചെയ്തു. ഇത് നമ്മൾ ഓപ്പറേറ്റർ യൂസ് ചെയ്യാതെ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോഴും വെക്ടർ ഓപ്പറേഷൻ അവിടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈക്വൽ ടു കൊടുത്തിട്ടാണോ ചെയ്യുന്നത്, അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇപ്പം S1 ഈസ് ഈക്വൽ ടു S1 പ്ലസ് 2 ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനും അതുപോലെ വെറുതെ ഇപ്പം S1 പ്ലസ് 2 എന്ന് പറഞ്ഞ് തരുന്നതും രണ്ടും രണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ടൈമിൽ മാത്രമേ ഓരോ എലമെന്റിനോടൊപ്പം 2 ആഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. അത് ശരിക്കും ടെമ്പററി ആണ്, ആ ടൈമിൽ മാത്രമാണ്. ആ വെക്ടർ ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഇത് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതേസമയം S1 ഈസ് ഈക്വൽ ടു S1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ആ സീരീസ് ഒബ്ജക്റ്റിന്, അല്ലെ ആ സീരീസ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സീരീസ് ഒബ്ജക്റ്റിനെ പെർമനന്റ് ആയിട്ട് ഒരു ചേഞ്ച് ആയിരിക്കും ഇവിടെ നമുക്ക് പിന്നെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. ആ സീരീസ് ഒബ്ജക്റ്റിലെ വാല്യൂസ് S1 ഇപ്പൊ എന്താണോ സീരീസ് ഒബ്ജക്റ്റിന്റെ വാല്യൂസ് അതുമായിട്ട് 2 ആഡ് ചെയ്തിട്ട് ഈ ആഡ് ചെയ്യുന്ന വാല്യൂ, അതായത് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ വാല്യൂ ആ സീരീസ് ഒബ്ജക്റ്റ് ആയിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്.
അപ്പോൾ ആ രണ്ട് എക്സ്പ്രഷൻസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഒന്ന് കോൺസ്റ്റന്റും ആണ്, ഒന്നെന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ളതുമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വെക്റ്റർ ഓപ്പറേഷൻസ്. ഇതിൽ നിന്നുള്ള സെക്ഷൻസ്, ഇപ്പം ആഡ് തന്നിട്ടോ ഈ ഫംഗ്ഷൻ തന്നിട്ടോ അതല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ തന്നിട്ടോ ഇനി നോർമലി ഈ ഒരു എക്സ്പ്രഷൻ, ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി എൻ്റെ വീഡിയോ ഇന്നത്തെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം.